ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചെടികളും എൻ്റെ പരിപാലനവും കുറച്ച് ചെടികളെ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അയയ്ക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്ലാന്റ് എങ്ങനെ ഉണ്ട്? ഇതാണ് അഗ്ലോണിമ, ചൈനീസ് എവർഗ്രീൻ എന്നുകൂടി പേരുണ്ട്. ഇതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടോ? പിങ്ക്, ഗ്രീന്, വൈറ്റ്, യെല്ലോയിഷ് ഡിസൈൻ മിക്സ് ചെയ്തതാണ്, കളറൊക്കെ മിക്സ് ചെയ്തതാണ്. മനോഹരമാണ്. ഫിലിപ്പൈൻസും ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസൊക്കെ ഉണ്ട് ഒറിജിനൽ സ്പീഷീസ്. ചൈനീസ് എവർഗ്രീൻ എന്നുകൂടി ഇതിനൊരു പേരുണ്ട്. ചെടിച്ചട്ടികളിൽ മനോഹരമായിട്ട് വളർത്തി നമ്മുടെ ഗാർഡനൊക്കെ അലങ്കരിക്കാൻ പറ്റിയ മനോഹരമായ ഒരു പ്ലാന്റാണിത്. ഇപ്പോൾ മിക്കവാറും നഴ്സറികളിലും അത്യാവശ്യം എല്ലാവരുടെയും വീടുകളിലൊക്കെ കാണുമെന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ കളർ കോമ്പിനേഷൻ കണ്ട അടിപൊളിയല്ലേ? ഈ പ്ലാന്റ് എങ്ങനെയുണ്ട്? ജെൻറോസ ഇനത്തിൽപ്പെട്ടൊരു പ്ലാന്റാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ലീഫ് കണ്ട ചെറിയ ലീഫാണ്. ചെടിച്ചട്ടികളൊക്കെ നമുക്ക് വളർത്താൻ പറ്റും. 1.5 മീറ്റർ മാക്സിമം ഉയരത്തിൽ വളരുന്ന നിറയെ ബ്രാഞ്ചുകളുണ്ടാവും. ചെറിയ ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത, ചെറിയ ലീഫ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലീഫ് നമ്മൾ പറഞ്ഞത് ഈ അക്കേഷ്യയുടെയൊക്കെ ലീഫ് പോലത്തെ സെയിം ലീഫാണ്. അതിനേക്കാളും ചെറുതാണെന്നേ ഉള്ളൂ. ജെൻറോസ ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റാണിത്. ചൈനീസ് ബാൽസം. ഇതിൻ്റെ തന്നെ നിരവധി കളറുകളുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഫ്ലവറായി വരുന്നതേ ഉള്ളൂ. ഗാർഡൻ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഗാർഡൻ അലങ്കരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. സമ്മർ സീസണിൽ നിറയെ പൂക്കളുണ്ടാവും. വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട്. ഓക്കെ, ബൈ.